ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനൊരു പോട്ടി ട്രെയിനിങ് വീഡിയോ നമുക്കെങ്ങനെ ബേബീസിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും, ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ഡയപ്പറൊക്കെ മാറ്റി നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ ഒരു സമയത്ത്, അതായത് ന്യൂ ബോൺ തൊട്ട് ഒരു 1 ഇയർ വരെയൊക്കെ എന്തായാലും നമുക്ക് ഡയപ്പർ ഇടേണ്ടി വരും. പക്ഷേ അതാണെങ്കിൽ പോലും നമ്മൾ ഡെയിലി ഡയപ്പർ ഇടാതെ നമുക്ക് ഒരു 1 or 2 hours എങ്കിലും ലൈക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് പതുക്കെ എസ്പെഷ്യലി ചൂട് സമയത്തൊക്കെ ഡയപ്പർ യൂസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. സോ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ഇതിലൂടെ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഫുൾ ടൈം ഡയപ്പർ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ചൂടത്തൊക്കെ അത്രയും കാറ്റൊന്നും കയറാതെ ഭയങ്കര വിയർത്തും പിന്നെ ഈ യൂറിനൊക്കെ വീണ്ടും ചൂടാണ്. അപ്പം പെട്ടെന്ന് ഫ്രഷ് ആയിട്ടും പിന്നെ ഡയപ്പർ റാഷ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ 1 വർഷം കണ്ടിന്യൂസ് ഒക്കെ ഇടുന്ന ആലോചിച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അവരുടെ ഒരു ചെറിയ ബോഡി മനസ്സിൽ കൂടെ ഒക്കെ നമ്മളും ഒന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ ഇപ്പം ആദ്യത്തെ സമയം കുറച്ച് നാളൊക്കെ നിങ്ങൾ മറ്റേ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ആ കോട്ടൺ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 2x1 അല്ലെങ്കിൽ 2x2 കോട്ടൺ സോഫ്റ്റ് ക്ലോത്ത് നമുക്ക് വൈറ്റ് കോട്ടൺ കിട്ടും. അപ്പം അത് പ്ലെയിൻ തുണി നിങ്ങൾ വാങ്ങിക്കുക. അതായത് ഒരു 5 or 6 അല്ലെങ്കിൽ 10 മീറ്റർ വാങ്ങിച്ചതിന് ശേഷം അതിങ്ങനെ നിങ്ങൾക്കൊരു 10x10 ഇഞ്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈഡിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ അടിക്കാൻ അറിയാമെങ്കിൽ സൈഡിലൊന്ന് മടക്കി അടിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സൈഡ് അടിച്ച് തരും. അപ്പോൾ നൂലിങ്ങനെ ഇളകി വീഴത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു 5 മീറ്റർ വാങ്ങിച്ചിട്ട് അതിനകത്തുള്ള തുണി യൂസ് ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചീത്തയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു സ്ക്വയർ തുണി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ മടക്കിയിട്ട് അവർക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ താഴെ റബ്ബർ ഷീറ്റ് പോലത്തെ ഷീറ്റ് നിങ്ങൾക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഒരു കോട്ടൺ തുണിയും കൂടി ഇടണം. ഈ കോട്ടൺ തന്നെ വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറൊരു കളർ വേണമെങ്കിൽ കിടക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. കിടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് കിടത്താൻ വേണ്ടിയിട്ട് ഈ ഷീറ്റിൻ്റെ പുറത്ത് ഡയറക്റ്റായിട്ട് എപ്പോഴും കിടത്തരുത്. കാരണം റബ്ബർ ആയതുകൊണ്ട് അവരുടെ ദേഹത്തും ചിലപ്പം അലർജിയൊക്കെ വരാൻ ചാൻസ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പം ഒരു പോളിസ്റ്റർ തുണിയിൽ പോളിസ്റ്റർ ഷീറ്റിലിപ്പം ചൂടത്തൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം സ്കിന്നിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ കുറേ നേരം റബ്ബറിൻ്റെ ഒരു സാധനത്തിനകത്ത് കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നമ്മൾ അവരുടെ ഒരു ഇതും കൂടെ ബോഡി കൂടെ ആലോചിക്കണം. സോ റബ്ബർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് യൂറിനൊന്നും പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ബെഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെഡ് കവർ പോലെ നമുക്ക് കിട്ടും. അതായത് അത് ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം ഇലാസ്റ്റിക് ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ നല്ലൊരു കട്ടിയുള്ള മാട്രസ് കവറാണ്. പുറത്തിങ്ങനെ നല്ല കട്ടിയുള്ള മെറ്റീരിയലും അകത്ത് സ്പോഞ്ച് കാണും, സ്പോഞ്ച്. അപ്പം അതുപോലെ തന്നെ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോലത്തെ. അപ്പം നമുക്കത് വിരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ബെഡ്ഷീറ്റ് ഇടാം. ബെഡിൻ്റെ പുറത്ത് ഈ മാട്രസ് കവർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ബെഡ്ഷീറ്റ് ഇടാം. അപ്പം ഇൻ കേസ് പിന്നെ അതിൻ്റെ പുറത്ത് നിങ്ങൾ ഈ പറയുന്ന കവറും ഈ റബ്ബർ ഷീറ്റ് പോലത്തെ സംഭവങ്ങൾ ഒക്കെ ഇട്ടിട്ട് മാവിനെ കിടത്താം. അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ഡയപ്പർ മാറ്റുന്ന സമയത്തോ ഉറക്കത്തിലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയാലും പുറത്ത് ഷീറ്റ് വീണാലും കുഴപ്പമില്ല, ബെഡിൻ്റെ അടിയിലോട്ട് പോകത്തില്ല. ആ മാട്രസ് കവർ ആ ഒരു സേഫായിട്ട് വെക്കും. ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാം ബെഡിൽ ഡയറക്റ്റായിട്ട് കൊണ്ട് കിടത്തും. എന്നിട്ട് ആ ബെഡ് ഒരു കൊച്ചൊന്ന് ആയി വരുമ്പോൾ തന്നെ ഒരു ടോയ്ലറ്റ് ട്രെയിൻ ആവുന്ന ടൈം വരെ ഇപ്പം ചിലപ്പം 2 or 3 വയസ്സ് വരെ അല്ലെങ്കിൽ 4 വയസ്സ് വരെ യൂസ് ചെയ്ത് പിന്നെ ആ ബെഡ് എടുത്ത് കളയേണ്ടി വരും. കാരണം പിന്നെ നമുക്ക് റൂമിൽ കയറാനും പറ്റത്തില്ല. ഭയങ്കര യൂറിൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും. പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. ആ സ്മെല്ല് പോകത്തില്ല. അതിനകത്ത് തന്നെ അകത്ത് ബെഡിൻ്റെ പഞ്ഞി ഉള്ളതുകൊണ്ട് പിന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം മാറി ഭയങ്കര അഴുക്ക് പിടിച്ച പോലെ ഇരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ബെഡ് പോലെ ഇരിക്കും. ഒന്നും തന്നെ ബെഡിന് പറ്റത്തില്ല. നല്ല സേഫായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പം മാട്രസ് കവർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിപ്പം കൊച്ചിലേ തൊട്ടേ ഇവർക്കിപ്പം നമുക്ക് ഈ പറയുന്ന തുണി കെട്ടണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഡയപ്പർ ഇല്ലാതെ കുറച്ച് നേരം നിൽക്കണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങണമെങ്കിലും ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മാട്രസ് കവർ. അതുപോലെ തന്നെ അപ്പം ആദ്യത്തെ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇപ്പം അവരാണെങ്കിൽ ഇപ്പോൾ കൊച്ചിലത്തെ ടൈമിലാണെങ്കിൽ ഒത്തിരി വട്ടം ആദ്യം 0 to 6 months എന്ന് പറയുന്നത് ഉള്ളി പാൽ മാത്രമായിരിക്കും കുടിക്കുന്നത്, ബ്രസ്റ്റ് ഫീഡിങ്. അപ്പം കൂടുതലും ഒത്തിരി വട്ടം യൂറിൻ പാസ് ചെയ്യും. അതുപോലെ തന്നെ ഡെയിലി ചിലപ്പോൾ 4 or 5 വട്ടം സ്റ്റൂളും പാസ് ചെയ്യും. അപ്പോൾ അത് വാട്ടറി സ്റ്റൂളായിരിക്കും, വാട്ടറി പൂപ്പായിരിക്കും വരുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് ആ തോന്നുന്ന ടൈമിൽ ചിലപ്പം ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ചിലപ്പം കുറേ നേരം കഴിഞ്ഞ് അടുത്ത സ്റ്റൂൾ പാസ് ചെയ്യാൻ ടൈം ആയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയപ്പർ ഇടാം.
ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോകാം. ബേബി ഒന്ന് 3 months ഒക്കെ അതിന് ശേഷം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒരു 1 hour അല്ലെങ്കിൽ 1.5 to 2 hours ഒക്കെ നിങ്ങൾ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും, ഇപ്പം മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഡയപ്പറില്ലാതെ നിൽക്കാം. അപ്പം ഇൻ കേസ് യൂറിനൊക്കെ പാസ് ചെയ്താലും എന്താണ് കുഴപ്പമില്ല, നിങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. ചില സമയത്ത് ഇപ്പം നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താണ് വീട്ടിൽ ഇടുന്നൊക്കെ ഡ്രസ്സാണെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് ഇവരെ പഠിപ്പിക്കുന്ന ടൈമിലൊക്കെ ഇത് നോർമലാണ്, നമ്മുടെ ഡ്രസ്സിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് നോർമൽ. അപ്പം അതുപോലെ തന്നെ ഇച്ചിരി കൂടെ ഒന്നായി കഴിയുമ്പോഴത്തേക്കും ഇവരിതിങ്ങനെ ശീലിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഡയപ്പർ ഇടുമ്പോഴത്തേക്കും ഡയപ്പർ ആകുമ്പോഴത്തേക്കും അവർ ഫുൾ ടൈം ഡ്രൈ ആണ്. അതായത് യൂറിൻ പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റൂൾ ഇടുമ്പോഴത്തേക്കും ഫുൾ ടൈം ഡ്രൈ ആണ്. മറ്റേത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഒക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഒരു എന്തെങ്കിലും വാക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം യൂറിൻ പാസ് ചെയ്യുവാണെങ്കിൽ ചൂച്ചു അല്ലെങ്കിൽ പൂപ്പു, അതായത് സ്റ്റൂൾ പാസ് ചെയ്യുവാണെങ്കിൽ പൂപ്പു. അപ്പം ഈ ഒരു വാക്ക് അവർ റിമെമ്പർ ചെയ്തിട്ട് ചൂച്ചു ഒഴിച്ചു എന്ന് പറയുമ്പോൾ അവർ ആ വാക്ക് റിമെമ്പർ ചെയ്തിട്ട് അവർ പിന്നെ അത് പതുക്കെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ ചൂച്ചു ഒഴിച്ചു എന്ന് പറയുമ്പോൾ അവർ ചൂച്ചു ഒഴിക്കും. അതുപോലെ തന്നെ കുളിപ്പിക്കുന്നതിന് മുന്നേ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് തണുപ്പ് കാരണം അവരപ്പം തന്നെ ചൂച്ചു വെക്കും. അപ്പം എന്താണ് നിങ്ങൾക്ക് അതും അവർ പഠിക്കുവാണ്. അതായത് കൊച്ചിലേ തൊട്ട് ഇപ്പം 1 year ആകുമ്പോഴത്തേക്കേ അവർ പതുക്കെ പഠിക്കത്തുള്ളെങ്കിലും ഈ വാക്കുകളും എന്താണ് അതിൻ്റെ പ്രോസസ്സെന്നും അവർ പഠിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ മോളാണെങ്കിൽ ഒരു 1 year ഒക്കെ ആയപ്പോൾ തന്നെ എന്താണ് ചൂച്ചു എന്ന് നമ്മൾ പഠിപ്പിച്ച് കുറച്ചായപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എന്തുവാ ചൂച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റിട്ട് പുറത്ത്, അതായത് ബെഡിൻ്റെ പുറത്ത് പോയിട്ട് ചൂച്ചു വെക്കും, അല്ലെങ്കിൽ ബെഡിൻ്റെ താഴോട്ട് ഇറങ്ങിയിട്ട് അവൾ ചൂച്ചു വെക്കും. അപ്പം ഒരു 1 year ആയപ്പോൾ തന്നെ അവൾക്കത് കണക്ട് ചെയ്ത് അവൾക്കത് മനസ്സിലാവും. അപ്പോൾ അവൾ തന്നെ എന്നിട്ട് 1 year ആയപ്പോൾ തൊട്ട് ചൂച്ചു എന്ന് പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ ഓടി ബാത്റൂമിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ അവൾ ചൂച്ചു വെക്കും, കഴിഞ്ഞിട്ട് നമ്മൾ വരും. അപ്പം അതിനുശേഷം അതുപോലെ തന്നെ ഒരു ഭയങ്കര ചൂട് സമയം ഉണ്ടായിരുന്നു ഒരു 1-2 വർഷത്തിന് മുന്നേ. അപ്പം ചൂട് സമയമായപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഡയപ്പറാണെങ്കിലും അതുപോലെ തന്നെ ക്ലോത്ത് ഡയപ്പറാണെങ്കിലും എല്ലാം ഭയങ്കര അലർജി പോലൊക്കെ ആയി. അപ്പോൾ എന്താണ് നമ്മൾ പതുക്കെ അത് നിർത്താൻ തുടങ്ങി. അതുപോലെ തന്നെ അപ്പം നമ്മളിങ്ങനെ വിചാരിച്ച എന്തായാലും ഇത് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും നമുക്ക് മാട്രസ് കവറുണ്ട്. പിന്നെ നമ്മളെന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡെയിലി ഇപ്പം എത്രയായിട്ടാണ് അവൾ സ്റ്റൂൾ പാസ് ചെയ്യുന്നതെന്ന് ഏതൊക്കെ ടൈമാണെന്നും എനിക്കറിയാം. അതായത് രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം പോവും. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 5-6 ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരു വട്ടം പോകും. അതായത് അപ്പോൾ നിങ്ങളുടെ ബേബീസിനനുസരിച്ച് എത്ര വട്ടമാണ് അവർ സ്റ്റൂൾ പാസ് ചെയ്യുന്നത്. ഫുഡ് 6 മാസം കഴിഞ്ഞ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ സ്റ്റൂൾ കുറച്ച് നോർമലായിട്ട് കുറച്ച് കട്ടിയായിട്ട് വരും. അപ്പം ഇവർക്കത് പിന്നെ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാണിക്കും. പക്ഷേ നമ്മൾ കുറച്ച് വെള്ളം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അത് പിന്നെ പതുക്കെ അവർ ശീലിച്ച് നോർമലായിട്ട് കരച്ചിലൊന്നും ഇല്ലാതെ പോകും. ആദ്യമൊക്കെ അവർ ചിലപ്പം കരയും, ചെറിയ കരച്ചിലൊക്കെ കാണും. പിന്നീട് ഈ പറയുന്ന 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എത്ര സമയം അവർ സ്റ്റൂൾ പാസ് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു കാര്യം നമുക്ക് ആസ് പാരൻസ് നമുക്കറിയാൻ പറ്റും. അപ്പം ഞാൻ എന്തോ എടുക്കും, ആ ഒരു ടൈം മാത്രം ഞാൻ ഇതിടും. ഞാൻ രാത്രിയിൽ വിട്ട് കൊടുക്കും ഡയപ്പർ. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇടത്തില്ല. പിന്നെ ഫുഡ് കഴിച്ചിട്ട് അവൾ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ വെപ്രാളമൊക്കെ പൂപ്പിടാൻ പോകുന്ന പോലൊക്കെ തോന്നുവാണെങ്കിൽ ഞാൻ അപ്പം ഇട്ട് കൊടുക്കുക. ആ ഒരു സമയത്ത് ഇനി അത് കാണിച്ചില്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇട്ട് കൊടുത്താൽ അവർക്ക് അതൊരു കംഫർട്ട് ആയതുകൊണ്ട് ആ ഒരു സമയത്ത് അവർ തന്നെ സ്റ്റൂൾ പാസ് ചെയ്യും. അപ്പം രാവിലെയും വൈകിട്ടും അപ്പം 2 വട്ടം, ജസ്റ്റ് 2 ഡയപ്പേഴ്സ്. പിന്നെ രാത്രി 3. അപ്പം ഡെയിലി ഇങ്ങനെ ഒരു എന്താ പറയുന്നത് 5 to 10 ഡയപ്പേഴ്സ് ഇങ്ങനെ മാറ്റി ഇരുന്ന് അത്രയും ഡയപ്പേഴ്സും അതുപോലെ തന്നെ ഒത്തിരി നേരം അവർ ഡയപ്പേഴ്സിനകത്ത് ഇരിക്കുന്നതിനെക്കാട്ടിലും പിന്നെ നമ്മൾ ഡെയിലി ഒരു 3 ഡയപ്പേഴ്സിലോട്ട് മാറി. മനസ്സിലായോ? പിന്നെ അവൾ കാരണം ഇതിൻ്റെ ഇടയ്ക്ക് യൂറിനുള്ളപ്പോൾ അവൾ തന്നെ പറയും ചൂച്ചുകൊണ്ട് മമ്മ ചൂച്ചുകൊണ്ട്. അപ്പം നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ അതിന് ശേഷം പതുക്കെ ഞാൻ എന്തോടുത്ത് പതുക്കെ ഒരു 1 month ഒക്കെ കഴിഞ്ഞൊരു 1.25 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ട്രൈ ചെയ്ത് തുടങ്ങി. അതായത് ഇവൾ രാവിലത്തെ ഉറക്കത്തിന് ഞാനാണെങ്കിൽ ഡയപ്പർ ഇല്ലാതെ ഓൾറെഡി അവൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിലും ഇങ്ങനെ നോക്കി എന്നിട്ട് ഞാൻ ടൈം നോട്ട് ചെയ്യും. അതായത് ഇടയ്ക്കൂടെ ഞാൻ അലാറം വെച്ചിട്ട് ഒരു വെളുപ്പിനെ ഇപ്പം സപ്പോസ് ഒരു 11-12 ആകുമ്പോൾ കിടക്കുവാണെങ്കിൽ ഒരു 3-4 ആകുമ്പം ഞാൻ എഴുന്നേറ്റ് നോക്കും അവൾ എന്തെങ്കിലും ബെഡിൽ വല്ലതും ചൂച്ച് വെച്ചോ. അപ്പം ആദ്യത്തെ 1-2 ദിവസം വെച്ചില്ല. പിന്നെ ഇടയ്ക്ക് വെക്കുന്നുണ്ട് അവരറിയാതെ, കാരണം ഡയപ്പർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ആ സമയത്ത് അവൾ ഇപ്പം ബെഡിൽ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല, കാരണം മാട്രസ് കവറുണ്ട്. നമുക്ക് മാട്രസ് കവർ എടുത്ത് വാഷിംഗ് മെഷീൻ അതിട്ട് കഴുകാം. സോ അത് കുഴപ്പമില്ല. അപ്പം അപ്പോൾ ഇപ്പോൾ രാത്രി ഇപ്പോൾ വെളുപ്പിനെ 3-4 മണിക്കിപ്പം യൂറിൻ പാസ് ചെയ്യുവാണെങ്കിൽ പോലും ആ സമയത്ത് അവൾ എഴുന്നേക്കും. അപ്പോൾ നമ്മൾ പറയുവാണ് കുക്കി ചൂച്ച് വെക്കുവാണെങ്കിൽ മമ്മ അടുത്ത് പറയണേ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഇതാ കണ്ടോ ബെഡിലില്ല ആവും, സ്മെല്ല് വരും, പിന്നെ നമുക്കിവിടെ ഉറങ്ങാൻ പറ്റത്തില്ല, നനഞ്ഞു പോവും കണ്ടോ. അപ്പോൾ അത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പം അപ്പം നനയുകയാണ് ചെയ്യുന്നത്. നോർമലി ഡയപ്പർ ഇടുമ്പോൾ അതിങ്ങനെ ഡയപ്പറിനകത്തോട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകുന്നതുകൊണ്ട് അവർക്കത് അറിയില്ല, അവരത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് റിപ്പീറ്റഡിലേക്ക്. ആദ്യത്തെ ആക്ച്വലി ഇവൾ ആകെ ഒരു 3 or 4 ടൈംസ് മാത്രമേ ആ ഒരു സമയത്ത് പോലും രാത്രി പോലും അവളങ്ങനെ ഒഴിച്ചിട്ടുള്ളൂ. 3 or 4 days. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒഴിച്ചിട്ടേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ വല്ല ഗ്യാപ്പ് രാത്രി വല്ല യൂറിൻ പാസ് ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ മാത്രമല്ലോ
എല്ലാം കൂടെ ഒരു ഇപ്പം 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടി ഒരു 8-10 വട്ടം വെച്ചാലായി, അത്രേ ഉള്ളൂ. കാരണം ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ കുഞ്ഞിനെ ഈ പറയുന്ന 1 or 2 ഇയേഴ്സിൽ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പം 4 വയസ്സാണെങ്കിലും 6 വയസ്സായാലും അവർക്ക് പിന്നെ അത് കൺട്രോൾ കിട്ടത്തില്ല, ഇപ്പോൾ ഡയപ്പറിലങ്ങ് ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെറുതിലെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ അവൾ പെട്ടെന്ന് പഠിച്ചെടുത്ത് ഞാൻ ഷോക്കായി പോയി. കാരണം രാത്രി പെട്ടെന്ന് ഞാൻ ഒരു ദിവസം അങ്ങനെ നിർത്തിയതാണ്, ഇത്ര ഇങ്ങനെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് വന്ന് രാത്രിയിലെത്തി നിർത്തി. അപ്പം ഞാൻ എന്തൊരു സുഖം, കാരണം രാത്രിയിൽ അവൾക്ക് ഫ്രീ ആയിട്ട് കിടക്കാം, പാൻറ്റീസ് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. പിന്നെ ഏറ്റവും മെയിനായിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മളൊന്ന് യൂറിൻ പാസ് ചെയ്യിപ്പിച്ചിട്ട് ആണ് കിടത്തുന്നത്. അപ്പം രാവിലെ വരെ ഇപ്പം നമ്മൾ ഉറങ്ങുന്ന പോലെ അത്രയും ഗ്യാപ്പിൽ ഉറങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ യൂറിൻ പാസ് ചെയ്യത്തില്ല. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. ഉടനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചൂച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും മുടി ചെയ്യുന്നയോ വേറെ എന്ത് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് പിന്നീട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബ്ലഡ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ചിലപ്പോൾ അവർ പറയും, ചിലപ്പം പറഞ്ഞില്ല എന്ന് വരും. കാരണം നമുക്കറിയാം ഇത്രയും മണിക്കൂർ കഴിഞ്ഞാണ്. അപ്പം നമ്മളും കൂടെ അത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് രാവിലെ അവരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാം. അപ്പം അതാണ് ഇത്രയുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയിലത്തെ ഒഴിവാക്കി. അതുപോലെ തന്നെ പിന്നീട് പതുക്കെ ഞാൻ കൊടുത്തു, രാവിലെ ഇവൾ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ വട്ടമാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ പതുക്കെ അതും ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുക്കി പൂപ്പൂ ഉള്ളപ്പോൾ മമ്മ അടുത്ത് പറയണം നമുക്ക് പോട്ടിയിലിരിക്കാം. അപ്പോൾ പോട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ആക്ച്വലി ഒരു വയസ്സാകുമ്പോഴേ നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാം. അപ്പം നമുക്ക് പതുക്കെ അതിനകത്ത് ആദ്യം അവർ ഇരിക്കത്തില്ലായിരിക്കും, പക്ഷേ അത് കുറച്ച് നേരം ഒരു 10 സെക്കൻഡ് 30 സെക്കൻഡ് അങ്ങനെ ഇച്ചിരി കൂട്ടി വരും. അപ്പോൾ അത് എടുത്ത് നമ്മൾ ബാത്റൂമിൻ്റെ പുറത്ത് അവിടെ എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ളപ്പം അവർക്ക് തന്നെ പാൻറ്റീസൊക്കെ ഊരിയിട്ട് പോയിരിക്കാൻ പറ്റും. ഇപ്പം 2 വയസ്സാകുമ്പോൾ മോള് തന്നെ പാൻറ്റീസ് ഊരിയിട്ട് പോയിരുന്ന് ചൂച്ച് വെക്കും. അതുപോലെ തന്നെ ഇടയ്ക്ക് അവൾ പറയേണ്ട അവർക്ക് ക്ലോസറ്റിലിരിക്കണം, അങ്ങനെ ക്ലോസറ്റിലും നമ്മൾ ഇരുത്താറുണ്ട്. പക്ഷേ ഒരാൾ പിടിക്കണം, ഇല്ലെങ്കിൽ അവരതിനകത്തോട്ടായി പോകും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ബേബീസിൻ്റെ സീറ്റ് കവർ, അതുപോലെ തന്നെ അത് വെക്കുന്നതോടുകൂടി തന്നെ കുഞ്ഞ് സീറ്റ് കവറിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ സ്റ്റൂള് കിട്ടും. അവരിങ്ങനെ കാല് തൂക്കി ഇട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. അവർക്ക് കാലിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്റ്റെപ്പുള്ള സ്റ്റൂൾ, അപ്പോൾ അതുകൂടെ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലാനിലാണ്. അപ്പം ഈ പോട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 1 to 2 ഇയേഴ്സ് ഈ ഒരു വർഷം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അപ്പം ഇവൾ പൂപ്പൂ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ഞാൻ പറയുന്നുണ്ട്, പൂപ്പൂ ഉണ്ടെങ്കിൽ മമ്മ അടുത്ത് പറയണേന്ന് പറയും. അപ്പം ആദ്യം അവൾക്കത് അറിയത്തില്ല, കാരണം ഇത്രയും നാൾ നമ്മൾ ഡയപ്പറിനകത്താണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നീട് പറയുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് പോട്ടിയിലിരുത്തും, അല്ലെങ്കിൽ അവൾ തന്നെ പറഞ്ഞിട്ട് പോട്ടിയിലിരിക്കാൻ പോകും. ആ പോട്ടിയിൽ നമ്മളങ്ങനെ അത് ശീലിച്ച് അങ്ങനെ എടുത്ത് നമ്മൾ ഫുള്ളി വീട്ടിലത്തെ ഡയപ്പർ മൊത്തം ഒഴിവാക്കി. ഫുള്ളി അത് ഭയങ്കര സംഭവമാണ്. അതായത് എനിക്കൊന്നൊരു 1.25 വയസ്സായപ്പോൾ തന്നെ വീട്ടിലത്തെ ഡയപ്പർ ഫുൾ ഒഴിവാക്കി. പിന്നത്തേന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ മാത്രമാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ അതും കൂടെ എങ്ങനെ അത് ഒഴിവാക്കാമെന്നുള്ളൊരു ഉള്ളൊരു സ്റ്റഡിയിലാണ് ഞാനിപ്പം. കാരണം ഇപ്പം പുറത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ കാറിലൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് അവർ തന്നെ ഒരു കുഞ്ഞ് ക്ലോസറ്റ് പോലത്തെ ബേബീസിൻ്റെ ഇരുന്ന് പോകാൻ പറ്റുന്ന തന്നെ അകത്ത് തന്നെ ഒരു കവറൊക്കെ വെച്ചേക്കും. അപ്പോൾ അവരതിനകത്ത് ഇപ്പം എന്തെങ്കിലും ഇപ്പം പൂപ്പുവാണെങ്കിലോ അല്ലെങ്കിൽ യൂറിനേറ്റൊക്കെ ചെയ്താൽ അവർ വാവകൾ കഴിഞ്ഞിട്ട് ഈ കവറങ്ങ് കെട്ടി നമുക്ക് ഡസ്റ്റ്ബിനകത്തിടാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നമുക്ക് പബ്ലിക് പ്ലേസസിലൊക്കെ പോകുമ്പോൾ നമ്മളിപ്പം കെയർഫുൾ ആയിട്ടെങ്കിലും തൊടാതെ ഇപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ മാളിലെ ടോയ്ലറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ നീറ്റല്ലായിരിക്കും. അപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കയ്യോ കാലോ ദേഹത്തോ ഡ്രസ്സൊക്കെ തൊടുന്നത് അൺഹൈജീനിക്കായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയപ്പർ. അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പം ചിലപ്പം ഈ പറയുന്ന ടോയ്ലറ്റ്സ് ഉണ്ടാവണമെന്നില്ല. അവരുടെ സമയത്ത് നമ്മുടെ കൂട്ട് ചിലപ്പം പെട്ടെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ നമ്മൾ വീട്ടിലാകുമ്പം ചുറ്റുപൂപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഓടിക്കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഓടിക്കൊണ്ടുപോകാനുള്ളൊരു സ്പേസ് കാണത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പം പുറത്ത് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡയപ്പർ. പക്ഷേ അതും എങ്ങനെ മാറ്റാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ. കാരണം ഇപ്പം നമ്മൾ കാറിലൊക്കെ പോയാലും കാറിലൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. പക്ഷേ അവൾ നേരത്തെ നമ്മളിപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് പറയും. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അവിടെ നമ്മൾ വേറെ കവറൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടുള്ളൊരു ഇതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഷോർട്ട് വാക്ക് പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ചെറുതായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ പിടിക്കുന്നുണ്ട് അവൾ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പോകും ഡയപ്പർ. അവൾക്ക് ഇട്ട് കൊടുക്കത്തില്ല. ഇപ്പം ചെറിയൊരു 5 to 10 minutes നമ്മൾ പുറത്ത് പോകണം. അപ്പം നമുക്കറിയാം അപ്പോൾ അവളെ ചൂച്ചുമൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകും, ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ എന്തെങ്കിലും കടയിലൊരു ധാന്യം വാങ്ങിക്കണം. അപ്പം നമുക്കറിയാം ഓൾറെഡി ഇവിടെ ചൂച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് വെക്കത്തില്ല. രണ്ടാമത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിടാൻ നമ്മുടെ കയ്യിൽ ഡയപ്പറുണ്ട്. അപ്പം അതൊന്ന് ശീലിപ്പിച്ച് അതും കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ പറയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പം ചുമ്മാ അത് അത്രയും നേരം അത് ഡയപ്പറിനകത്ത് വീണ്ടും ഇരിക്കേണ്ടല്ലോ എന്നുള്ളൊരു തോട്ടാണ്. അപ്പം അങ്ങനെയാണ് ഇത്രയും നേരം ഒരു 2 years വരെ നമ്മൾ ഭാവിനെ കൊണ്ട് പഠിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഒത്തിരി നാളിങ്ങനെ പറയണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഡയപ്പർ ബാഗിനകത്ത് നമ്മളെപ്പോഴും ഒരു 3-4 ഡയപ്പേഴ്സ്, അതുപോലെ തന്നെ വൈപ്സിൻ്റെ ഒരു പാക്കറ്റ് കാണും, പിന്നെ എക്സ്ട്രാ പ്ലാസ്റ്റിക് കവറൊക്കെ കാണും. അങ്ങനെ നമ്മൾ പിന്നെ എക്സ്ട്രാ ചെറിയ കുഞ്ഞു സോപ്പ് കാണും കൈയൊക്കെ വാഷ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ എക്സ്ട്രാ വൈപ്സും കാര്യങ്ങളും നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്.
അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.